വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ക്യാപ്സ്യൂൾ സീരീസ്. അപ്പൊ മക്കളെ നമ്മളിന്ന് 14ാമത്തെ ചാപ്റ്ററായ പ്രോബബിലിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ചാപ്റ്റർ നമ്പർ 14 പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റിയിൽ ആദ്യം എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയണം. ഓക്കെ, സോ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂടാ. ഇവിടെ നോക്കിയേ, an experiment is called random experiment if it satisfy the following condition. രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അവരെ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് വിളിക്കാം. എന്തൊക്കെയാന്ന് നോക്കിയേ, ഇറ്റ് ഹാസ് മോർ ദാൻ വൺ പോസിബിൾ ഔട്ട്കം, ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ ഔട്ട്കമ്മുകൾ കിട്ടണം. ലൈക്ക് ഒരു എക്സാമ്പിൾ, ഞാനൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്യാന്ന് വിചാരിക്കും. ഞാനൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്താൽ അവിടെ രണ്ടാൾക്കാർ വരാനുള്ള ചാൻസ് ഇല്ലേ? എന്താണ്, അവിടെ ടെയിൽ വീഴാം അല്ലെങ്കിൽ ഹെഡ് വീഴാം. അതിനുള്ള ഔട്ട്കം എന്ന് പറയാം. സോ അങ്ങനെ ഒന്നിൽ കൂടുതൽ ഔട്ട്കം വേണം, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്ട് ദ ഔട്ട്കം ഇൻ അഡ്വാൻസ്. നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിൽ എന്താണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. ലൈക്ക് ഇപ്പൊ ഞാനിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്ത്, അപ്പൊ കോയിൻ വീഴുന്നതിന് മുന്നേ എനിക്ക് ടെയിലാണോ ഹെഡാണോ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റൂല. അങ്ങനത്തെ ആൾക്കാരെ എന്ത് വിളിക്കുക, റാൻഡം എക്സ്പെരിമെന്റ്. അപ്പൊ റാൻഡം എക്സ്പെരിമെന്റ് ആവാൻ രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ ഔട്ട്കം വേണം. രണ്ടാമത്തെ കണ്ടീഷൻ എത്രയേ ഉള്ളൂ, എന്താണ് വരാൻ പോണ റിസൾട്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, then sample space, the set of all possible outcomes of a random experiment is called a sample space. നമുക്ക് മാക്സിമം കിട്ടാവുന്ന എല്ലാ റിസൾട്ടുകളെയും ഒരുമിച്ച് ഒരു സെറ്റ് ആക്കി കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കാം. ലൈക്ക് ഇപ്പൊ ഞാൻ പറയാണ്, tossing a coin, tossing a coin, ഒരു കോയിൻ ടോസ് ചെയ്യണം. സോ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്? അവിടെ കിട്ടാനുള്ള മാക്സിമം ചാൻസസ് എന്തൊക്കെയാ? അവിടെ ഒരു ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ എന്ത് കിട്ടാം, ടെയിൽ കിട്ടാം. ഇങ്ങനെ മാക്സിമം ചാൻസസിനെ നമ്മളൊരു സെറ്റ് ആക്കി എഴുതാം. അതിനാണ് എന്ത് വിളിക്കുക, സാമ്പിൾ സ്പേസ്. ഇപ്പൊ ഞാൻ ടോസിങ് എ കോയിൻ അല്ലേ പറഞ്ഞേ, ഇപ്പൊ ഞാൻ പറയാണ് ടോസിങ് ടു കോയിൻസ്, രണ്ട് കോയിൻ ടോസ് ചെയ്യാന്ന് വിചാരിക്കും. സോ അവിടെ എന്തൊക്കെ ചാൻസ് ഉണ്ട്? അവിടെ സാമ്പിൾ സ്പേസ്. അപ്പൊ അവിടെ നോക്കി, ഞാൻ ആദ്യം പറഞ്ഞ ഒരു കോയിൻ അല്ലേ, അത് ഹെഡ് വീഴാം. രണ്ടാമത് എറിഞ്ഞത് ഹെഡ് വീഴാം, ഒരു ചാൻസ് എന്താ? ആദ്യം എറിഞ്ഞത് ഹെഡ്, രണ്ടാമത് എറിഞ്ഞത് ഹെഡ്. പിന്നെ ഒരു ചാൻസ് എന്താ? ആദ്യം എറിഞ്ഞത് ഹെഡ്, രണ്ടാമത് എറിഞ്ഞത് ടെയിൽ വീഴാം അല്ലെ, ഒരു ചാൻസ്. വേറെ ചാൻസ് എന്താ? ആദ്യം എറിഞ്ഞത് ടെയിൽ, രണ്ടാമത് എറിഞ്ഞത് എന്താവും, ഹെഡ് അല്ലെ. അല്ലെങ്കിലോ ഞാൻ രണ്ടും എന്താവും, ടെയിലായി മാറും. ഇങ്ങനെ മാക്സിമം പോസിബിലിറ്റീസ് നമ്മൾ സെറ്റ് ആക്കി എഴുതാം. അതിനാണ് വിളിക്കുക സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കാം. അപ്പൊ കോയിൻ ആണ് ടോസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇപ്പൊ n കോയിൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്നുള്ള ഇക്വേഷൻ ആണ് 2 raised to n. സോ രണ്ട് പ്രാവശ്യം പറഞ്ഞെങ്കിൽ 2 raised to 2, 4 എണ്ണം കിട്ടും. നോക്കി, 1 2 3 4. മൂന്ന് പ്രാവശ്യം പറഞ്ഞെങ്കിലോ 2 raised to 3, എത്ര കിട്ടും? 8 എണ്ണം കിട്ടും. സോ n കോയിൻസ് എറിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്നുള്ള ഇക്വേഷൻ എന്താണ്? 2 raised to n. ഇതുപോലെ തന്നെ നമ്മൾ ടോസിങ് എ കോയിൻ പറയുന്ന പോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ത്രോയിങ് എ ഡൈ. ഡൈ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കരുവാണ്. നമ്മുടെ പാമ്പ് മണി കളിക്കുന്നത് 1 തൊട്ട് എവിടെ വരെ ഉണ്ട്? 6 വരെ. സോ ഞാനൊരു ഡൈ എടുത്ത് എറിഞ്ഞാൽ അവിടെ എന്തൊക്കെ മാക്സിമം കിട്ടാം? സാമ്പിൾ സ്പേസ് സെറ്റ് 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. ഈ 6 നമ്പേഴ്സ് അല്ലേ കിട്ടാം. സോ ഡൈ ആണ് എറിയുന്നെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസിൽ എണ്ണം കാണാനുള്ള ഇക്വേഷൻ ആണ് 6 raised to n. സോ ഇവിടെ ഒരു പ്രാവശ്യം എറിഞ്ഞാൽ 6 raised to 1, അപ്പൊ 6 എണ്ണം കിട്ടും. നോക്കി, 1 2 3 4 5 6. രണ്ട് പ്രാവശ്യം എറിഞ്ഞാലോ 6 raised to 2, 36 കിട്ടും. മൂന്ന് പ്രാവശ്യം എറിഞ്ഞാലോ 6 raised to 3. അങ്ങനെ അങ്ങനെ പോകും. സോ ഞാനിപ്പോ ത്രോയിങ് എ ഡൈ ആണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയാണ് ഇപ്പൊ ത്രോയിങ് 2 ഡൈസ്, അപ്പൊ ഡൈ എന്നുള്ളത് ഒരെണ്ണം ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡൈസ് എന്നാ വിളിക്കുക. രണ്ടെണ്ണം പറഞ്ഞു, അപ്പൊ എങ്ങനെയായിരിക്കും ചാൻസ്? ഞാനിത് ഇവിടെ വലത്തെ കയ്യിൽ ഒരു ഡൈസ് ഉണ്ട്, ഇടത്തെ കയ്യിലും ഉണ്ട്. സോ ഞാനിത് ഇതിലെ ആ കരുത്തി എറിഞ്ഞപ്പോൾ എനിക്ക് സാമ്പിൾ സ്പേസിൽ 1 കിട്ടി. ഞാൻ ഇടത്തെ കയ്യിൽ കരുത്തി എറിഞ്ഞു,
അപ്പൊ അതിൽ എന്തൊക്കെ വീഴാം? ആദ്യം 1 വീഴാം, ഒരു ചാൻസ്. ദെൻ ഇവിടെ 1 എറിഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തിൽ 1, രണ്ടാമത്തിൽ 2 കിട്ടാം. എറിഞ്ഞു നേരത്തെ പോലെ തന്നെ 1 ഇവിടെ കിട്ടി, ഇവിടെ 3 കിട്ടാം. അടുത്തതോ 1, ഫസ്റ്റത്തെ 1 തന്നെ, രണ്ടാമത്തേൽ 4. അടുത്തല്ലോ ആദ്യത്തേൽ 1, രണ്ടാമത്തേൽ 5. പിന്നെയോ ആദ്യത്തേൽ 1, രണ്ടാമത്തേൽ 6. അപ്പൊ 1 വെച്ച് എല്ലാരും എഴുതി. അപ്പൊ എഴുതുമ്പോ ആദ്യം 1 എഴുതുക, 1 ചേർത്ത് 1, 2, 3, 4, 5, 6, 6 നമ്പർ. അതുപോലെ തന്നെ 2 വെച്ച് 2, 1, ആദ്യം 2 എഴുതി കിട്ടും അല്ലെ, പിന്നെ അതിൽ 1 കിട്ടും. അതുപോലെ എക്സെട്രാ എവിടം വരെ കിട്ടും? 2, 6 വരെ കിട്ടും. 3 വെച്ച് 3, 1, എക്സെട്രാ എവിടം വരെ കിട്ടും? 3, 6 കിട്ടും അല്ലെ. അടുത്ത 4, 1, എക്സെട്രാ 4, 6 വരെ കിട്ടും. അത് 5, 1, എക്സെട്രാ 5, 6 വരെ കിട്ടും. അടുത്തതോ 6, 1, എക്സെട്രാ 6, 6 വരെ കിട്ടും. അങ്ങനെ ടോട്ടൽ 36 എണ്ണം കിട്ടും. എത്ര കിട്ടും? 36 എണ്ണം. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഒരു പ്രാവശ്യം വരുന്നെങ്കിൽ 6 raised to 1 6 കിട്ടും. 2 പ്രാവശ്യം വരുന്ന 6 raised to 2 36 കിട്ടും. 3 പ്രാവശ്യം വരുന്ന 6 raised to 3 കിട്ടും. 4 പ്രാവശ്യം വരുന്ന 6 raised to 4 elements കിട്ടും. അപ്പൊ n പ്രാവശ്യം പറഞ്ഞാലോ 6 raised to n elements അവിടെ വരും സാമ്പിൾ സ്പേസിൽ. അപ്പൊ 2 കാര്യം പഠിച്ചത്, കോയിനാണ് അറിയുന്നെങ്കിൽ n പ്രാവശ്യം 2 raised to n ഉം, അതുപോലെ ഡൈസ് ആണ് അറിയുന്നെങ്കിൽ n പ്രാവശ്യം 6 raised to n ആണ്. ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നേരെ എന്ത് ചെയ്യാണ്? ഇവന്റിലോട്ട് പോവാണ്. അപ്പൊ എന്താണ് ഇവന്റ്? എനി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ആൻ ഇവന്റ്. നമ്മുടെ സാമ്പിൾ സ്പേസിൽ കുറച്ച് ആൾക്കാരെടുത്ത് എഴുതാം, അതാണ് ഇവന്റ്. ഇപ്പൊ ലൈക്ക് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ടോസിങ് എ കോയിൻ പറഞ്ഞില്ല. അപ്പൊ ടോസിങ് എ കോയിൻ ആണെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? ഹെഡ് വീഴാം, ടെയിൽ വീഴാം. സോ എ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പറയാണ്. എ എന്ന് പറയുന്ന കണ്ടീഷൻ ഗെറ്റിംഗ് ഹെഡ്. ഗെറ്റിംഗ് എന്താണ്? ഹെഡ് കിട്ടണം. ഇപ്പൊ ഹെഡ് കിട്ടാനുള്ള ചാൻസിൽ എന്താ? എ ഈക്വൽ ടു സെറ്റ് എച്ച് അല്ലേ, ഒരെണ്ണല്ലേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇതിനെയാണ് ഇവന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഈ എ ഈക്വൽ ടു സെറ്റ് എച്ച് എന്നല്ലേ, എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് അല്ലേ. നോക്കി, എയിലുള്ള എല്ലാ ആൾക്കാരും എസ്സിലുണ്ടല്ലോ. സോ അതാണ്, ഇത്രയേ ഉള്ളൂ. എ എന്ന് വെച്ചാൽ ഒരു ഇവന്റ് ആണ്. ഇവന്റ് എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും? സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതെ, സാമ്പിൾ സ്പേസിലെ ആൾക്കാരെ മാത്രമാണ് എ ബി സി എന്ന് പറയുന്ന ഇവന്റുകളിൽ എഴുതാൻ പറ്റുള്ളൂ. ജസ്റ്റ് അറിഞ്ഞിരിക്കും. ഓക്കെ, അടുത്ത നോക്കാം, ഇവന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഓക്കെ, ദ ഇവന്റ് എ ഓർ ബി, ഓർ വന്നാൽ നിങ്ങൾക്ക് യൂണിയൻ ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ. ദ ഇവന്റ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ ഓർ വന്നാൽ യൂണിയൻ, അതുപോലെ ആൻഡ് വന്നാൽ ഇന്റർസെക്ഷൻ. ഓർ വന്നാൽ യൂണിയൻ, ആൻഡ് വന്നാൽ ഇന്റർസെക്ഷൻ. അത് നോക്കിയേ, ദ ഇവന്റ് എ ബട്ട് നോട്ട് ബി. എ വേണം പക്ഷെ ബി പാടില്ല. അപ്പൊ എങ്ങനെയാ? എ ഇന്റർസെക്ഷൻ, ബി പാടില്ല. നോട്ട് ബി എന്നല്ലേ പറഞ്ഞേ. നോട്ട് വന്നു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ്. നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? കോംപ്ലിമെന്റ്. അപ്പൊ എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇപ്പൊ ഇങ്ങനെ എന്ത് ചോദിക്കും? ദ ഇവന്റ് നോട്ട് എ പാടില്ല. അപ്പൊ എന്താണ്? എ കോംപ്ലിമെന്റ്. ഇത്രയേ ഉള്ളൂ. ഓർ വന്നു കഴിഞ്ഞാൽ യൂണിയൻ, ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ, അതുപോലെ നോട്ട് വന്നു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ്. കഥ കിട്ടിയില്ലേ? അത് ചോദിക്കേ. അപ്പൊ ഇവിടെ ഇവന്റ് നോട്ട് എ ആൻഡ് നോട്ട് ബി. എയും പാടില്ല, ബിയും പാടില്ല. അപ്പൊ നോട്ട് എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെന്റ്, ആൻഡ് വന്നുകൊണ്ട് ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറയുമ്പോൾ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അടുത്ത നോക്കിയേ, ദ ഇവന്റ് നോട്ട് എ ഓർ, ഇവിടെ നോട്ട് ബി എന്നാണ് കേട്ടോ. ദ ഇവന്റ് നോട്ട് എ ഓർ നോട്ട് ബി, അങ്ങനെ വന്നാലോ? അപ്പൊ നോട്ട് എ പാടില്ല, എ കോംപ്ലിമെന്റ്. ഓർ വന്നോണ്ട് യൂണിയൻ, നോട്ട് ബി എന്ന് പറയുമ്പോ ബി കോംപ്ലിമെന്റ്. ഓക്കെ, സോ ഈ ഐഡിയ ഒന്ന് എന്ത് ചെയ്യാ? ആലോചിച്ച് വെക്കുക കേട്ടോ. അത് നോക്കിയേ, ടു ഇവന്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. 2 ഇവന്റുകളുണ്ട്, അവർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ യൂണിയൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, സോറി, എ യൂണിയൻ ബി അല്ല, എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആയിരിക്കും. എ യൂണിയൻ ബി അല്ല കേട്ടോ, എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവര് ഡിസ്ജോയിന്റ് സെറ്റുകളാണെന്ന്. എന്ത് സെറ്റാ? ഡിസ്ജോയിന്റ് സെറ്റ്. ഡിസ്ജോയിന്റ് എന്ന് വെച്ചാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ല. എയിലുള്ള ഒരാളും ബിയിലും ഉണ്ടാവില്ല. ഇവിടെ ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയതാണ്. ഇപ്പൊ നോക്കുക, എയിലും ബിയിലും കോമൺ ആയിട്ട് ആരും ഇല്ലെങ്കിൽ
അവരെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അഥവാ ഡിസ്റ്റോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ രണ്ട് ഇവന്റ്സ് ഉണ്ട്, എയും ബിയും. അവർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി, ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള എടുക്കുന്ന, അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? നൾ സെറ്റ് അഥവാ 0 ആയിരിക്കും. അത് രണ്ട് ഇവന്റ്സ് ഉണ്ട്, എയും ബിയും ആർ സെറ്റ് ടു ബി എക്സ്ഹോസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സോസ്റ്റീവ്. എക്സോസ്റ്റീവ് വെച്ച് ഇത്രയേ ഉള്ളൂ. എ യൂണിയൻ ബി എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടും. എ യൂണിയൻ ബി എടുക്കുമ്പോൾ എന്ത് കിട്ടും? സാമ്പിൾ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലും ബിയിലും ആൾക്കാരെ കൂട്ടിയത് നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടും. അത്രേ ഉള്ളു കഥ. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷൻസ് എന്ത് ചെയ്യാം? നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. സോ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എ ഡൈ ഈസ് ത്രോൺ. കൺസിഡർ ദ ഇവന്റ്സ് എ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3, ബി എന്ന് വെച്ചാൽ എ പ്രൈം നമ്പർ, സി എന്ന് വെച്ചാൽ ഗെറ്റിംഗ് ആൻ ഇവൻ നമ്പർ ഗ്രേറ്റർ ദാൻ 4. ഇതൊക്കെ എഴുതാം, എന്നിട്ട് ഈ ആൾക്കാരൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് സാമ്പിൾ സ്പേസ് ചെയ്യണം. സാമ്പിൾ സ്പേസ് എന്ന് വെച്ചാൽ മാക്സിമം ഔട്ട്കംസ്, മാക്സിമം കിട്ടാനുള്ള ചാൻസ് എല്ലാവരും എടുത്ത് എഴുതും. ഒരു കാര്യം പറഞ്ഞപ്പോ നമുക്ക് എന്തായാലും കിട്ടാം? 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. ഇതല്ലേ മാക്സിമം ചാൻസസ്. ദെൻ എ എന്താ പറയണത്? മൾട്ടിപ്പിൾ ഓഫ് 3, 3ന്റെ മൾട്ടിപ്പിൾ ആരൊക്കെയാ? 3ഉം 6. 3,6. അത് ബി എന്താ? ബി ഇസ് എ പ്രൈം നമ്പർ അല്ലേ? പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ആ സംഖ്യനെ 1 വെച്ച് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഫസ്റ്റ് പ്രൈം നമ്പർ ആരാ? ഒരൊറ്റ പ്രൈം നമ്പർ ഉള്ള ഇവൻ നമ്പർ ആയിട്ട് അത് അയാളാണ് ഫസ്റ്റ് പ്രൈം നമ്പർ. അതാരാ? 2. പിന്നെ ആരാ? 3. പിന്നെ ആരാ? 5. ഇവരൊക്കെയല്ലേ പ്രൈം നമ്പേഴ്സ്. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഈ നമ്പേഴ്സിനെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, 4 എഴുതാത്തതുകൊണ്ടേ 1 into 4 ഉം 4 ആണ്, 2 into 2 ഉം 4 ആണ്, എഴുതാൻ പറ്റില്ലേ? 6 എന്താ എഴുതാത്തത്? 1 into 6 ഉം 6 ആണ്, 2 into 3 ഉം 6 ആണ്, എഴുതാൻ പറ്റില്ല. ഇപ്പൊ എ എഴുതി, ബി എഴുതി, അടുത്ത എന്താ വേണ്ടേ? സി. സി എന്താ? ഗെറ്റിംഗ് ആൻ ഇവൻ നമ്പർ ഗ്രേറ്റർ ദാൻ 4 എന്നാ പറയണേ. 4നേക്കാൾ വലിയ ഇവൻ നമ്പർ. 4നേക്കാൾ വലിയ ഇവൻ നമ്പർ ആര് മാത്രമേ ഉള്ളത്? ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലുത് എഴുതണം. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഇല്ല. ഈക്വൽ ടു 4 കൂടി എഴുതായിരുന്നു. 6. ഇപ്പൊ സാമ്പിൾ സ്പേസ് എഴുതി, എ എന്ന് പറയുന്ന സെറ്റ് എഴുതി, ബി എന്ന് പറയുന്ന സെറ്റ് എഴുതി, സി എഴുതി. ദെൻ ഫസ്റ്റ് കണ്ടീഷനിലോട്ടോ. ഫസ്റ്റ് കണ്ടീഷൻ എന്താ? എ യൂണിയൻ ബി. എന്താണ്ടാ യൂണിയൻ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, എയിലുള്ള ആൾക്കാരെയും ബിയിലുള്ള ആൾക്കാരെയും ചേർത്ത് എഴുതാം അല്ലെ. സോ ആദ്യം എയിലുള്ള ആൾക്കാരെ എഴുതി 3, 6. ഇതിനടുത്ത് ബിയിലുള്ള ആരൊക്കെയാ? 2. പിന്നെ 3നെ എഴുതരുത്, കാരണം 3 ഒരു പ്രാവശ്യം സെറ്റിൽ എഴുതി. സെറ്റിൽ ഒരാളെ ഒരു പ്രാവശ്യം എഴുതിയാൽ പിന്നെ എഴുതാൻ പാടില്ല. പിന്നെ ആരെഴുതാം? 5. എളുപ്പല്ലേ? ഇപ്പൊ യൂണിയൻ എന്ന് വെച്ചാൽ എയിലുള്ള ആൾക്കാരെയും ബിയിലുള്ള ആൾക്കാരെയും ചേർത്ത് എഴുതുക. ചേർത്ത് എഴുതുമ്പോ കോമൺ ആയ ആൾക്കാരെ എഴുതരുത്. അതിനെന്താ? എ ഇന്റർസെക്ഷൻ ബി. എന്താ എ ഇന്റർസെക്ഷൻ ബി? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ. എയിലും ബിയിലും കോമൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളത്? 3 മാത്രമല്ലേ ഉള്ളത്. ഓക്കെ, എന്താണ്? ബി മൈനസ് സി. അപ്പൊ ഇങ്ങനെ ബി മൈനസ് സി. എങ്ങനെ ബി മൈനസ് സി നമ്മൾ വായിക്കുക? ബി മൈനസ് സി എന്ന് പറയുമ്പോ ബിയിൽ ഉണ്ടാവണം, സിയിൽ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ബി മൈനസ് സി ബിയിൽ ഉണ്ടാവണം, സിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ബിയിൽ ഫസ്റ്റ് ആള് 2, അത് സിയിൽ ഇല്ലല്ലോ, അപ്പൊ നമുക്ക് എഴുതാം 2. അത് ബിയിൽ അടുത്ത ആരാണ്? 3. ബിയിലുണ്ട് പക്ഷെ അത് സിയിലില്ല. അത് അടുത്ത ആരാണ്? 5 ബിയിലുണ്ട് പക്ഷെ അത് സിയിലില്ല. അപ്പൊ ബി മൈനസ് സി എന്ന് വെച്ചാൽ ബിയിൽ ഉണ്ടാവണം, സിയിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ അത്. അടുത്തത് എ കോംപ്ലിമെന്റ്. എന്താണ് എ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ? എ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എനെ ഒഴിവാക്കണം. ഒഴിവാക്കണം, എനെ ഒഴിവാക്കണം. എവിടുന്ന് ഒഴിവാക്കുക? സാമ്പിൾ സ്പേസിൽ നിന്ന് ഒഴിവാക്കുക. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3, 6 അല്ലേ? അപ്പൊ 3ഉം 6ഉം പൊത്തിപ്പിടിച്ചിട്ട് ബാക്കി എല്ലാ ആൾക്കാരെയും എഴുതാം. ബാക്കി അപ്പൊ ആരൊക്കെ ഉണ്ട്? 1 എഴുതാം, 2 എഴുതാം, 3 എഴുതാൻ പറ്റില്ല, കാരണം 3നെ ഒഴിവാക്കണം. പിന്നെ ആരെഴുതാം? 4 എഴുതാം, പിന്നെ ആരെഴുതാം? 5 എഴുതാം. 3നെയും 6നെയും ഒഴിവാക്കി ബാക്കിയുള്ള സാമ്പിൾ സ്പേസിൽ എല്ലാ ആൾക്കാരെയും എഴുതാം. അടുത്ത ആരാ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എന്താ? എ കോംപ്ലിമെന്റ് ഇവിടെ നോക്കും. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. ഞാൻ വേണമെങ്കിൽ എഴുതാം. എ കോംപ്ലിമെന്റ് നമുക്ക് എന്താ കിട്ടി? 1, 2, 4, 5. ഇന്റർസെക്ഷൻ ബി എന്താ? 2, 3, 5. സോ ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ രണ്ടില് കോമൺ ആയിട്ട്, ഇതിൽ രണ്ടില് കോമൺ ആയിട്ട് ആരാളെ? 2 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ എന്താ? സെറ്റ് 2, 5. എളുപ്പമല്ലേ? ഭയങ്കര ഈസി അല്ലേ? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ,
Then അടുത്ത നോക്കി, അടുത്ത ചോദ്യം നോക്ക്. A coin is tossed 3 times. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്തു. Consider the events A. No head appears. ഹെഡ് വരാനേ പാടില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി, എക്സാക്ട്ലി 1 head appears. കൃത്യമായിട്ട് ഒരു ഒറ്റ ഹെഡ് വരണം. ഓക്കെ, അത് നോക്കി, അറ്റ്ലീസ്റ്റ് 2 head appear. കുറഞ്ഞത് 2 ഹെഡെങ്കിലും അപ്പിയർ ചെയ്യണം. അപ്പൊ അത് നമുക്ക് സാമ്പിൾ സ്പേസ് ചെയ്താ അല്ലെ. സാമ്പിൾ സ്പേസ് 3 ഹെഡ് ആണ് കേട്ടോ ടോസ് ചെയ്യുന്നത്. സോറി, 3 കോയിനാണ് ടോസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ വരാം? അതിന് 3 ഹെഡ് ആവാം അല്ലെ. ഞാൻ എന്ത് ചെയ്തു? 3 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തു. ആദ്യം ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടി, രണ്ടാമത് ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടി, മൂന്നാമത് ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടും അല്ല. ആദ്യം ഹെഡ് കിട്ടി വെച്ചിട്ട് പിന്നെ ടെയിൽ കിട്ടണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഓക്കെ, സോ ആദ്യം ഞാൻ 3 ഹെഡ് വെച്ച് എഴുതി. അടുത്തതോ 2 ഹെഡ് വെച്ച്. അപ്പൊ എങ്ങനെ എഴുതാം? ആദ്യത്തെ 2 ഹെഡ് പിന്നെ ടെയിൽ. അടുത്തതോ ആദ്യത്തത് ഹെഡ് പിന്നെ ടെയില്, അടുത്തത് ഹെഡ്. അടുത്തതോ ആദ്യത്തെ ടെയില് പിന്നെ 2 ഹെഡ്. അപ്പൊ ഞാൻ നോക്കി, ആദ്യം 3 ഹെഡ് വെച്ച് എഴുതി, അടുത്തത് 2 ഹെഡുള്ള ആൾക്കാർ എഴുതി. ഇതേപോലെ തന്നെ എഴുതാം, അപ്പൊ തെറ്റൂല, എവിടുന്നും വിട്ടും പോകില്ല. അപ്പൊ 3 ഹെഡ് വെച്ച് എഴുതി, 2 ഹെഡ് വെച്ച് എഴുതി, അടുത്തത് 1 ഹെഡ് വെച്ച് എഴുതാം. 1 ഹെഡ് വെച്ച് എഴുതാം, ആദ്യം ഹെഡ് പിന്നെ 2 ടെയില്. അടുത്തതോ ആദ്യത്തത് ടെയില് പിന്നെ ഹെഡ്, അടുത്തത് ടെയില്. അടുത്തതോ ആദ്യത്തെ 2 ടെയില് പിന്നെ ഹെഡ്. അപ്പൊ നോക്കിയേ, 3 ഹെഡ് വെച്ച് എഴുതി, 2 ഹെഡ് വെച്ച് എഴുതി, 1 ഹെഡ് വെച്ച് എഴുതി. ഇനി ഹെഡ് ഇല്ലാതെ എഴുതാം. ഹെഡ് ഇല്ലാതെ എന്ത് ചെയ്താം? 3 ടെയിൽ എഴുതാം. സോ ടോട്ടൽ ഇവിടെ 8 ആൾക്കാർ കിട്ടിയിട്ടില്ല നോക്കോ. 1 2 3 4 5 6 7 8 എണ്ണം കിട്ടിയില്ലേ. സോ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസിന്റെ സാമ്പിൾ സ്പേസ് ആണ് നമുക്കറിയാലേ, 2 raised to n അല്ലേ. സോ 2 raised to 3 എത്ര എണ്ണം കിട്ടണം? 8 elements കിട്ടണം. ഇതിൽ 8 elements കിട്ടിയാലോ. സോ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ചെയ്തതിൽ ഒരാളെയും വിട്ടുപോയിട്ടില്ല എന്നുള്ളത്. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ആദ്യം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? സാമ്പിൾ സ്പേസ് എഴുതിയിട്ട് സാമ്പിൾ സ്പേസിൽ ആരെങ്കിലും വിട്ടുപോയാൽ നോക്കാം. ദെൻ അടുത്ത നമുക്ക് എ അല്ലേ. എ എന്താ പറയണത് നോക്കിയേ, നോ ഹെഡ് അപ്പിയർ. ഇതിൽ ഹെഡ് വരാനേ പാടില്ല. ഹെഡ് വരാത്ത ആൾക്കാർ ആരൊക്കെയാ ഉള്ളത്? നോ ഹെഡ്. ഹെഡ് വരാത്ത ആൾക്കാർ ആരാ ഉള്ളത്? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. 3 എന്താ ടെയിലാവണം, അപ്പോഴല്ലേ ഹെഡ് വരാണ്ടിരിക്കുള്ളൂ. അടുത്ത നോക്കിയേ, എക്സാക്ട്ലി 1 ഹെഡ്. കൃത്യം 1 ഹെഡേ പാടുള്ളൂ. കൃത്യം 1 ഹെഡ് എന്ന് പറയുമ്പോൾ ബി എന്താ? കൃത്യം 1 ഹെഡ്, ഒരൊറ്റ ഹെഡേ വരാൻ പാടും. ഒരൊറ്റ ഹെഡ് വരുന്നത് ഇതിലേക്കാ കണ്ടോ, ഈ 3 എണ്ണത്തിലല്ലേ ഒരൊറ്റ ഹെഡ് വരാൻ പാടും. കൂടാനോ പാടില്ല, കുറയാനോ പാടില്ല. അപ്പൊ ആരൊക്കെ എഴുതാം? ഹെഡ് കോമ ടെയിൽ കോമ ടെയില്. അടുത്തത് ടെയിൽ കോമ ഹെഡ് കോമ ടെയില്. അടുത്തതോ ടെയിൽ കോമ ടെയിൽ കോമ ഹെഡ്. സിമ്പിൾ അല്ലേ? ഇതിനൊക്കെ എളുപ്പം അവിടെ കിട്ടും അല്ലെ. സോ എ കിട്ടി, ബി കിട്ടി. അടുത്ത ആരാണ്? സി. സി എന്താ പറയണേ? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. ഏറ്റവും മിനിമം 2 ഹെഡ് എങ്കിലും വേണം. ഇപ്പൊ ഞാൻ പറയുകയാണെ, നിങ്ങൾക്ക് മിനിമം 40 മാർക്കെങ്കിലും മാക്സിമം മേടിക്കണം. അതിനർത്ഥം എന്താ? 40 അല്ലെങ്കിൽ അതിന് മുകളിലോ മേടിക്കാം. സോ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? 2 ഹെഡോ അല്ലെങ്കിൽ 3 ഹെഡ് ആയാലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് വെച്ചാൽ മിനിമം എന്ന് വിചാരിക്കുക, അതിനേക്കാൾ കൂടിയാൽ കുഴപ്പമില്ല. സോ ആദ്യം അപ്പൊ 2 ഹെഡുള്ള എഴുതാം. 2 ഹെഡുള്ളത് ഏതൊക്കെയാ? ഹെഡ് കോമ ഹെഡ് കോമ ടെയില്. അടുത്തത് ടെയിൽ കോമ ഹെഡ് കോമ ഹെഡ്. അടുത്തതോ ഹെഡ് കോമ ടെയിൽ കോമ ഹെഡ്. അപ്പോ 2 ഹെഡുള്ള വെച്ച് എഴുതി. ഇനി 2 ഹെഡിനേക്കാൾ കൂടുതൽ എന്താ? 3 ഹെഡ് ആയിട്ടുള്ളത് എഴുതാലോ. ഹെഡ് കോമ ഹെഡ് കോമ ഹെഡ്. സെറ്റ് അല്ലേ? സോ അറ്റ്ലീസ്റ്റ് വെച്ചാൽ മിനിമം എത്രയെങ്കിലും വേണം, അതിനേക്കാളും കൂടിയാലും കുഴപ്പമില്ല. സോ എഴുതി. ഇനി അടുത്ത നിങ്ങൾക്ക് എന്താ? എ യൂണിയൻ ബി കാണണം അല്ലെ. സോ എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താ? എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലുള്ള ആൾക്കാരെ കൂട്ടി എഴുതല്ലേ. സോ എയിലും ബിയിലും ഉള്ള ആൾക്കാരെ കൂട്ടി എഴുതാൻ എന്തൊക്കെയാ? ടെയിൽ കോമ ടെയിൽ കോമ ടെയില്. അടുത്തതോ ഹെഡ് കോമ ടെയിൽ കോമ ടെയില്. അടുത്തത് ടെയിൽ കോമ ഹെഡ് കോമ ടെയില്. അടുത്തത് ടെയിൽ കോമ ടെയിൽ കോമ ഹെഡ്. ഓക്കെ, അപ്പൊ എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എയിലും ബിയിലുള്ള ആൾക്കാരെ കൂട്ടി എഴുതി. ദെൻ നെക്സ്റ്റ് വൺ. അടുത്തെന്താ? എ ഇന്റർസെക്ഷൻ ബി. എന്താണ് എ ഇന്റർസെക്ഷൻ ബി? എയിലും ബിയിലും കോമൺ ആയിട്ട് ഇവിടെയൊക്കെയാണ്. എയിലും ബിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? എയിലും ബിയിലും കോമൺ ആയിട്ട് ആരും ഇല്ലല്ലോ. ദാറ്റ് മീൻസ് എ ഇന്റർസെക്ഷൻ ബി എന്താ? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ്.
എയിലും ബിയിലും കോമൺ ആയിട്ട് ആരും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ഇന്റർസെക്ഷൻ സി. എയിലും സിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? നമുക്ക് എയിലും സിയിലും കോമൺ ആയിട്ട് ആരും ഇല്ല അല്ലെ. എ ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു ഓൾസോ നൾ സെറ്റ്. കാരണം എയിലും സിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ യൂണിയൻ ബി യൂണിയൻ സി. എയിലുള്ള ആൾക്കാരെയും ബിയിലുള്ള ആൾക്കാരെയും സിയിലുള്ള ആൾക്കാരെയും കൂട്ടി എഴുതാം. എളുപ്പല്ലേ? സോ എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു സെറ്റ്. അപ്പൊ ആദ്യം എയിലുള്ള ആൾക്കാർ ടെയിൽ കോമ ടെയിൽ കോമ ടെയിൽ. അടുത്തത് ബിയിലുള്ള ആൾക്കാർ ഹെഡ് കോമ ടെയിൽ കോമ ടെയിൽ. അടുത്തത് ടെയിൽ കോമ ഹെഡ് കോമ ടെയിൽ. അടുത്തത് ടെയിൽ കോമ ടെയിൽ കോമ ഹെഡ്. അടുത്തത് സിയിലുള്ള ആൾക്കാരാണ്. സിയിലുള്ള ആൾക്കാർ എഴുതുമ്പോ എഴുതിയ ആളുണ്ടെങ്കിൽ എഴുതരുത് കേട്ടോ. അടുത്തവരാണ് ഹെഡ് കോമ ടെയിൽ. ഇത് വന്നിട്ടില്ലല്ലോ. അടുത്തതോ ടെയിൽ കോമ ഹെഡ്. അടുത്തതോ ഹെഡ് കോമ ടെയിൽ കോമ ഹെഡ്. അടുത്തതോ ഹെഡ് കോമ ഹെഡ്. ആരും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പൊ അവരെല്ലാവരെയും കൂട്ടി എഴുതിയാൽ മതി. സിമ്പിൾ അല്ലേ? സോ ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ചോദ്യം എന്താണ്? ബി മൈനസ് സി. എന്താ ബി മൈനസ് സി? ബിയിൽ ഉണ്ടാവണം, സിയിൽ ഉണ്ടാവാൻ പാടില്ല. സോ ബിയിൽ ഉണ്ടാവണം, സിയിൽ ഉണ്ടാവാൻ പാടില്ല. അവിടെ നോക്കി, ബിയിലുള്ള ആൾക്കാര് ഒരാളും സിയിൽ ഇല്ലല്ലോ. ശ്രദ്ധിച്ചു നോക്കി, ബിയിൽ ഉണ്ടാവണം, സിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ബി മൈനസ് സി ഈക്വൽ ടു സെറ്റ്. ഫസ്റ്റ് ആള് ഹെഡ് കോമ ടെയിൽ കോമ ടെയിൽ. ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് എഴുതാം ഹെഡ് കോമ ടെയിൽ കോമ ടെയിൽ. അടുത്ത് ടെയിൽ കോമ ഹെഡ് കോമ ടെയിൽ. ഇതിലുണ്ടോ? ഇല്ല. എനിക്ക് എഴുതാം ടെയിൽ കോമ ഹെഡ് കോമ ടെയിൽ. അടുത്തതോ ടെയിൽ കോമ ഹെഡ്. ഉണ്ടോ? ഇല്ല. ടെയിൽ കോമ ഹെഡ്. ഓക്കെ, സോ ബി മൈനസ് സി എന്ന് വെച്ചാൽ ബിയിൽ ഉണ്ടാവണം, സിയിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. സോ ഇവിടെയൊക്കെ ബിയിലുള്ള ഒരാളും സിയിലില്ല. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റണേ. അപ്പൊ ബിയിലുള്ള ആൾക്കാരെ മൊത്തം എടുത്ത് എഴുതിയാൽ മതി. ശ്രദ്ധിച്ചു ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇത് എനിക്ക് എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്. ആ എ എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി കാണണം. അതിന് നമ്മൾ പി ഓഫ് എ എന്നാ ഡിനോട്ട് ചെയ്യാം. എന്താ ഡിനോട്ട് ചെയ്യാം? പി ഓഫ് എ. അപ്പൊ പി ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് ആണ്. എൻ ഓഫ് എ ബൈ എന്നാണ് എൻ ഓഫ് എസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. എയിൽ എത്ര ആൾക്കാരുണ്ടോ ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിൽ എത്ര ആൾക്കാരുണ്ടോ എന്നുള്ളത് ഡിവൈഡ് ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് എ കിട്ടും. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബി ആരെന്നായിരിക്കും കണ്ടുപിടിക്കണ്ടേ? എന്തായിരിക്കും നമ്മൾ ചെയ്യണ്ടേ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. പി ഓഫ് സി കാണണം വിചാരിക്കും. പ്രോബബിലിറ്റി ഓഫ് സി എന്തായിരിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. സോ ആരെയാണോ പ്രോബബിലിറ്റി കാണണ്ടേ, ആളുടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ആ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കുക, എപ്പോഴും നമ്മുടെ പ്രോബബിലിറ്റിയുടെ വാല്യൂ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. എപ്പോഴും നമ്മൾ ഇപ്പോൾ അടുത്ത് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളുടെയും പ്രത്യേകത, ഇതിന് കിട്ടുന്ന പ്രോബബിലിറ്റിയുടെ വാല്യൂസ് എല്ലാം 0നും 1നും ഇടയ്ക്കായിരിക്കും. 0 വരാം, അല്ലെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ അതിനിടയിലുള്ള വാല്യൂസ് വരാം. ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഒരു 1നേക്കാൾ വലിയ വാല്യൂ കിട്ടൂല. അങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം തെറ്റാണെന്ന് ആലോചിക്കുക. അതുപോലെ പി ഓഫ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു സെറ്റിന് പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കുള്ളൂ? 0 ആയിരിക്കും. പി ഓഫ് എസ് ഈക്വൽ ടു 1, സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. കാരണം ഇപ്പൊ പി ഓഫ് എസ് ആണ് കാണുന്നത്. അപ്പൊ പി ഓഫ് എസ് ഈക്വൽ ടു എന്താ? എൻ ഓഫ് എസ് ബൈ എൻ ഓഫ് എസ് അല്ലേ വരിക? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. മുകളിലും താഴെ സെയിം വന്നാൽ ഈക്വൽ ടു 1 എന്ന് എഴുതാലോ. എഴുതിയിട്ടുള്ളൂ. അതുപോലെ പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഒഴിവാക്കിയിട്ടുള്ള പ്രോബബിലിറ്റി കാണണം. എപ്പോഴും ആലോചിക്കുക, ഞാൻ പറഞ്ഞു മാക്സിമം പ്രോബബിലിറ്റി 1 വരുള്ളൂ. അപ്പോ കോംപ്ലിമെന്റ് കളയണമെങ്കിൽ എന്റെ മക്കള് 1 കുറയ്ക്കുക. സോ പി ഓഫ് എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 1 മൈനസ് പി ഓഫ് എ. അപ്പൊ പി ഓഫ് ബി കോംപ്ലിമെന്റ് ആണെങ്കിലോ കോംപ്ലിമെന്റ് കളയണമെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുക 1 എന്തായിരിക്കും? 1 മൈനസ് പി ഓഫ് ബി. അപ്പൊ പി ഓഫ് സി കോംപ്ലിമെന്റ് ആണെങ്കിലോ 1 മൈനസ് പി ഓഫ് സി. സോ കോംപ്ലിമെന്റ് കളയണോ? 1ൽ നിന്ന് കുറയ്ക്കുക. അടുത്ത പി ഓഫ് എ യൂണിയൻ ബി. യൂണിയൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് പി ഓഫ് എ യൂണിയൻ ബി ആണെങ്കിൽ ആദ്യം പി ഓഫ് എ എടുക്കുക, അതേപോലെ പി ഓഫ് ബി കൂട്ടുക, എന്നിട്ട് അതിന് കോമൺ ആയിട്ടുള്ള പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അങ്ങ് കുറയ്ക്കുക. സോ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതുപോലെ അടുത്ത പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണമെങ്കിൽ
ഈ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നേരെ ഇങ്ങോട്ട് തട്ടുക, അപ്പൊ പ്ലസ് ആയി. ഈ പ്ലസ് പി ഓഫ് എ പിന്നെ നേരെ ഇങ്ങോട്ട് തട്ടുക, അപ്പൊ മൈനസ് ആവും. അപ്പൊ എന്താ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിക്കണോട്ടെ, എന്നാലേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അടുത്തത്, ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്കറിയാം എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റാ. നേരത്തെ പഠിച്ചല്ലേ? എ ഇന്റർസെക്ഷൻ ബി എന്താണ്? നൾ സെറ്റ്. അപ്പൊ പി ഓഫ് എ യൂണിയൻ ബി ഇക്വേഷൻ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ഉണ്ട് അല്ലെ? സോറി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ടല്ലോ ഇവിടെ. ശരിക്കും ആ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായി പോവാണ്? 0 ആയി പോവാണ്. കാരണം എന്താ? എ ആൻഡ് ബി ആർ എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവാ. ഇയാള് 0 ആയി. അപ്പൊ ഇയാൾ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താം? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് മാത്രം എഴുതിയാൽ മതി. കാരണം മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായി പോവും? 0 ആയി പോവും. അതുകൊണ്ടാണ് കേട്ടോ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഒരാൾക്ക് മാത്രം കോംപ്ലിമെന്റ് വന്നാല് എന്റെ മക്കള് ചെയ്യേണ്ട കാര്യം, കോംപ്ലിമെന്റ് ഇല്ലാത്ത ആള് മൈനസ് കോമൺ ആയിട്ടുള്ള ആളെ കുറയ്ക്കും. അപ്പൊ എങ്ങനെയാ? കോംപ്ലിമെന്റ് ഇല്ലാത്ത ആള് പി ഓഫ് എ അല്ലേ? പി ഓഫ് എ മൈനസ് കോമൺ ആയിട്ടുള്ള എന്ത് ചെയ്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സോ ഇപ്പൊ ഇങ്ങനെയാന്ന് ചോദ്യം, പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. ഇവിടെ ആയിരിക്കാ കോംപ്ലിമെന്റ്? എക്കല്ലേ? സോ എന്ത് ചെയ്യണം? കോംപ്ലിമെന്റ് ഇല്ലാത്ത ആളാരാ? പി ഓഫ് ബി മൈനസ് കോമൺ ആയിട്ടുള്ള ആളെന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത്രയുള്ള കഥ. സോ കോംപ്ലിമെന്റ് ഇല്ലാത്ത ആള് മൈനസ് കോമൺ ആയിട്ടുള്ള ആള്. ഒരാൾക്ക് മാത്രമാണ് കോംപ്ലിമെന്റിങ്. അടുത്ത് വരണോട്ടോ, ഡി മോർഗൻസ് ലോ, വെരി വെരി ഇമ്പോർട്ടന്റ്. പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇവിടെ നോക്കി, രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ട് കോംപ്ലിമെന്റ് അടക്കാന്ന് വിചാരിക്കും. അപ്പൊ എന്റെ മക്കൾക്ക് ഈ സെപ്പറേറ്റ് കിടക്കുന്ന കോംപ്ലിമെന്റ് മൊത്തത്തിൽ ഇടാം. സോ സെപ്പറേറ്റ് കോംപ്ലിമെന്റ് മൊത്തത്തിൽ ഇടുമ്പോൾ ഇന്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ ആക്കണം, യൂണിയൻ ആണെങ്കിൽ ഇന്റർസെക്ഷൻ ആക്കണം. അപ്പൊ ഇവിടെ ഇന്റർസെക്ഷൻ അല്ലേ? നേരെ ഇന്റർസെക്ഷൻ എന്താക്കി മാറ്റി? യൂണിയൻ ആക്കി. ദെൻ അടുത്തത്, ഈ കോംപ്ലിമെന്റുകളാണ് മണ്ണിന്ന് കളയാം. ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിക്കാം. അവിടെ നോക്കി, പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണെന്ന് വിചാരിക്കും ചോദ്യം. നമുക്കറിയാലോ, സെപ്പറേറ്റ് കോംപ്ലിമെന്റ് അടക്കല്ലേ? മൊത്തത്തിലാക്കുമ്പോൾ യൂണിയൻ ആണെങ്കിൽ ഇന്റർസെക്ഷൻ ആക്കാം, ഇന്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ ആക്കാം. പിന്നെ എങ്ങനെ ആക്കാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എഴുതാം. അപ്പൊ സെപ്പറേറ്റ് ആയി കിടന്ന കോംപ്ലിമെന്റ് മൊത്തത്തിലാക്കി. ദെൻ കോംപ്ലിമെന്റുകളാണെങ്കിൽ എന്ത് ചെയ്യുന്നു കുറയ്ക്കാണ്? 1 എന്ന് കുറയ്ക്കുക. അപ്പൊ 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ദിസ് ഈസ് കോൾഡ് ഡി മോർഗൻസ് ലോ. സോ അങ്ങനെ ഒരു 10 ഇക്വേഷൻ പഠിക്കാനുള്ള ഇക്വേഷൻ നന്നായിട്ട് പഠിച്ച ചാപ്റ്റർ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പി ഓഫ് എ ഈക്വൽ ടു 1/3, പി ഓഫ് ബി ഈക്വൽ ടു 1/5, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 1/50. ദെൻ ഫൈൻഡ് എന്ന് പറഞ്ഞ് ഇത് രണ്ടോണ് ചോദ്യം തന്നിരിക്കുന്നത്. സോ അപ്പൊ ആദ്യം നമുക്ക് പി ഓഫ് എ കോംപ്ലിമെന്റ് കാണാം അല്ലെ? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇക്വേഷൻ എന്താ? 1 മൈനസ് പി ഓഫ് എ. ഞാൻ പഠിപ്പിച്ചെന്നല്ലോ, കോംപ്ലിമെന്റുകളാണെങ്കിൽ 1 എന്ന് പറയണോ. സോ 1 മൈനസ് പി ഓഫ് എ എന്താ? 1/3. ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യാം? ഒരു ബൈ 1 ഇടാം. 1 into 3 3, സെൻട്രൽ ചിഹ്നം മൈനസ് 1 into 1 1, ഹോൾ ഡിവൈഡഡ് ബൈ 1 into 3 3. എന്ത് കിട്ടും? 2/3. ഓക്കെ, ഈസിയാണ്. പി ഓഫ് എ യൂണിയൻ ബി. സോ പി ഓഫ് എ യൂണിയൻ ബി കാണാൻ ഇക്വേഷൻ എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സോ പി ഓഫ് എ എത്രയാ? 1/3 പ്ലസ് പി ഓഫ് ബി എത്രയാ? 1/5 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാ? 1/50. ഓക്കെ, സോ ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ? ഇങ്ങനെയാ 1 into 5 5, സെൻട്രൽ ചിഹ്നം പ്ലസ് 3 into 1 3, ഹോൾ ഡിവൈഡ് ബൈ 3 into 5 15 മൈനസ് 1/50. സോ 5 3 8/15 മൈനസ് 1/50. സോ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? സോ ഡിനോമിനേറ്റർ സെയിം ആയാൽ മുകളിൽ ആളെ കുറച്ചിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ? 8 എന്ന് കുറച്ചാൽ 7/15. ഈസി അല്ലേ? ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് അറിയണം. പി ഓഫ് എ ഈക്വൽ ടു 0.5, പി ഓഫ് ബി ഈക്വൽ ടു 0.35, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 0.7. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ഓഫ് ബി കോംപ്ലിമെന്റ്. സോ പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്താ ഇക്വേഷൻ? 1 എന്ന് ഓർക്കില്ലേ? 1 മൈനസ് പി ഓഫ് ബി
സോ 1 മൈനസ് പി ഓഫ് ബി എത്രയാ 0.35. അപ്പൊ 1 ന്ന് 0.35 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 0.65. സോ നിങ്ങൾക്ക് കുറയ്ക്കാൻ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കാൽക്കുലേറ്റർ എടുക്കാം അല്ലെ. ഇപ്പൊ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. എങ്ങനെ അടിച്ചു കൊടുക്കാം ഇവിടെ 1 മൈനസ് 0.35 അപ്പൊ എത്ര കിട്ടും 0.65 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത എന്താ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇക്വേഷൻ എന്താ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇക്വേഷൻസ് അറിയണം. സോ പി ഓഫ് എ എത്രയാ 0.5 പ്ലസ് പി ഓഫ് ബി എത്രയാ 0.35 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എത്രയാ 0.7 അല്ലേ. സോ ഇവിടെ നോക്ക് 0.5 പ്ലസ് 0.5 പ്ലസ് 0.35 മൈനസ് 0.7 എത്ര കിട്ടും 0.15. ഇത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ. സോ ഈസി ആണെന്ന് വിചാരിക്കണം. ഞാൻ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പി ഓഫ് എ ഈക്വൽ ടു 0.35, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.25, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 0.6. ഫൈൻഡ് പി ഓഫ് ബി. അപ്പൊ നമുക്കറിയാം ഇതിലിപ്പോ പി ഓഫ് ബി കാണുമല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ പി ഓഫ് എ യൂണിയൻ ബി ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സോ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ പി ഓഫ് എ യൂണിയൻ ബി എത്രയാ 0.6 ഈക്വൽ ടു പി ഓഫ് എ എത്രയാ 0.35. പി ഓഫ് ബി ആണ് അറിയാത്ത അപ്പൊ അത് അതുപോലെ വെക്കാം. മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാ 0.25. ഇത്രയും ചെയ്താൽ മതി. പി ഓഫ് ബി നിർത്തി ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്താ 0.6 പ്ലസ് 0.35 ഇപ്പുറം വന്നാൽ മൈനസ് 0.35 മൈനസ് 0.25 ഇപ്പുറം വന്നാൽ പ്ലസ് 0.25. ഇയാളെ ഇപ്പുറം കൊണ്ടുവന്ന് ഇയാളെ ഇപ്പുറം കൊണ്ടുവന്ന് ഈക്വൽ ടു പി ഓഫ് ബി. കാൽക്കുലേറ്ററിൽ അടിക്കാം. ഇങ്ങനെ അടിക്കാം നമുക്ക്. ഇവിടെ 0.6 മൈനസ് 0.35 പ്ലസ് അടുത്ത എന്താ 0.25. സോ എത്ര കിട്ടും 0.5 ഈക്വൽ ടു എന്ത് വരും പി ഓഫ് ബി. ഓക്കെ. സോ നിങ്ങൾക്ക് കൂട്ടി നോക്കാം കുറച്ച് നോക്കാം കാൽക്കുലേറ്റർ ഇട്ട്. ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേട്ടാൽ അപ്പൊ ആലോചിക്കുക പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു നൾ സെറ്റ് ആലോചിക്കണം. അല്ലെങ്കിൽ ഈക്വൽ ടു 0. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് കണ്ടാൽ ആദ്യം ഇതെടുത്ത് എഴുതണം. Then P of A equal to 3/5, P of B equal to 1/5, P of A union B ആണ്. അപ്പൊ P of A union B equal to P of A plus P of B minus P of A intersection B ആണല്ലേ. So P of A എത്രയാ 3/5 plus P of B എത്രയാ 1/5 minus P of A intersection B എന്നാണ് 0. So ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്ത് സെയിം ഡിനോമിനേറ്റർ ഇടുക. അപ്പൊ ഇത്ര എന്താ 4/5. ഇത്രയുള്ള പരിപാടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത നോക്കാം. P of A equal to 0.42, P of B equal to 0.48, P of A intersection B equal to 0.16. അടുത്ത തന്നിരിക്കുന്ന ആൾക്കാരൊക്കെ എഴുതണം, കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം P of not A അല്ലേ. P of not A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P of നോട്ട് വന്നു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ്. P of A കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റിനെ എങ്ങനെ കുറയ്ക്കും 1 എന്ന് കുറയ്ക്കും. കോംപ്ലിമെന്റ് വളരെ എന്ത് കുറയ്ക്കും 1 എന്ന് കുറയ്ക്കും. അപ്പൊ എന്ത് കിട്ടും 1 മൈനസ് P of A. P of A എത്രയാ 0.42, 0.58 കിട്ടും. എന്നാലും നമുക്ക് നോക്കാം. 1 മൈനസ് 0.42 അപ്പൊ 0.58. ഓക്കെ. Then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. P of A or B. A or B. So or വന്നാൽ ഓർക്കണം യൂണിയൻ. അപ്പൊ എന്താ വരിക P of A or B equal to P of A union B. ഇക്വേഷൻ നമുക്കറിയാലോ. P of A plus P of B minus P of A intersection B.
is equal to P of A എത്രയാ? P of A നമുക്കറിയാം P of A 0.42 plus P of B എത്രയാ? 0.48 minus P of A intersection B എത്രയാ? 0.16. നേരെ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക. 0.42 plus 0.48 minus 0.16. അപ്പൊ 0.74. Okay. അപ്പൊ P of A യൂണിയൻ ബി കിട്ടി. അപ്പൊ P of A യൂണിയൻ ബി നമുക്ക് ആവശ്യം വന്നാൽ അവിടെ എഴുതി വെക്കാം. P of A യൂണിയൻ ബി equal to 0.74. Okay. So അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. P of A and not B. എന്താ P of A and not B? ശ്രദ്ധിച്ചോട്ടാ. അപ്പൊ P of A and വന്നാൽ ഇന്റർസെക്ഷൻ, not B എന്ന് വെച്ചാൽ B കോംപ്ലിമെന്റ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് മാത്രമാണ് കോംപ്ലിമെന്റ് എങ്കിൽ കോംപ്ലിമെന്റ് ഇല്ലാത്ത ആള് മൈനസ് കോമൺ ആയിട്ടുള്ള ആള്. സോ എന്താ P of A minus P of A intersection B. So P of A എത്രയാ? 0.42 minus P of A intersection B എത്രയാ? 0.16. So 0.42 minus 0.16 എത്ര കിട്ടും? 0.26. Okay, then the last question നോക്കുക. Last question എന്താ? P of not A and not B. So is equal to P of not വന്നു കഴിഞ്ഞാൽ A complement, and വന്നു കഴിഞ്ഞാൽ intersection, not B വന്നാൽ B complement. നമുക്കറിയാലോ, സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന കോംപ്ലിമെന്റ് എന്ത് ചെയ്യാം? നമുക്ക് മൊത്തത്തിലാക്കാം. അപ്പൊ ഇന്റർസെക്ഷൻ മാറ്റി യൂണിയൻ ആക്കുക. അപ്പൊ ഇനിയോ P of A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു കോംപ്ലിമെന്റ് കളയാൻ വേണ്ടി എന്ന് പറയാം. അപ്പൊ 1 മൈനസ് P of A യൂണിയൻ B. ഇങ്ങനെയല്ലേ വരിക? 1 മൈനസ് P of A യൂണിയൻ B. അപ്പൊ 1 മൈനസ് P of A യൂണിയൻ B നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ അല്ലെ? സോ P of A യൂണിയൻ B നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ 1 മൈനസ് P of A യൂണിയൻ B, ആ വാല്യൂ കിട്ടു കൊടുക്കുക. 0. something വരും. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ ആ ഉത്തരം കിട്ടും. ഓക്കെ. സോ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നോക്കുക. A die is thrown. Find probability of getting എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വേർഡ് പ്രോബ്ലംസ് ആണ്. ഇത്രയും നേരം ചെയ്ത് ന്യൂമറിക്കൽസ് ആണ്. ഇനി വേർഡ് പ്രോബ്ലംസ് ആണ്. അപ്പൊ വേർഡ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എപ്പോഴും സാമ്പിൾ സ്പേസ് ചെയ്യണം. A die is thrown. അപ്പൊ ആലോചിക്കുക, ഡൈ ഒരു പ്രാവശ്യം എറിഞ്ഞിരിക്കും. അപ്പൊ സാമ്പിൾ സ്പേസ് 1, 2, 3, 4, 5, 6. മാക്സിമം ഇതല്ലേ ഒരു ഡൈ ത്രോൺ ചെയ്താൽ കിട്ടുക. എ എന്ന് പറയണത് ആൻഡ് ഇവൺ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പൊ ഇവൺ നമ്പർ കിട്ടണമെങ്കിൽ, ഇവൺ നമ്പർ അല്ലേ ഇതിൽ? ഇവൺ നമ്പർ ഏതൊക്കെയാ? 2, 4, 6 അല്ലെ? സോ N of A എത്ര? N of A എന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്നതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എയിൽ നമുക്ക് ടോട്ടൽ 3 എലമെന്റ്സ് ഉണ്ട് അല്ലേ? അതുപോലെ N of S കൂടി കണ്ടുപിടിച്ചു നോക്കാം. N of S പ്രോബിലിറ്റി ആണെങ്കിൽ എപ്പോഴും സാമ്പിൾ സ്പേസിന്റെ എലമെന്റ്സ് കൂടി കണ്ടുപിടിച്ചു നോക്കാം. 6. സോ P of A ഈക്വൽ ടു എന്താ? N of A by N of S. ഇക്വേഷൻ നമുക്കറിയാലോ. സോ N of A എത്രയാ? 3 by N of S എത്രയാ? 6. രണ്ടിലും 3 കോമൺ ഇല്ല. 3 ഒരു പ്രാവശ്യം, 6 3 2 പ്രാവശ്യം. സോ 1/2. അതെന്താ? A പ്രൈം നമ്പർ നമുക്ക് എന്ത് കിട്ടണം? ഒരു പ്രൈം നമ്പർ കിട്ടണം. അപ്പൊ B നെ പ്രൈം നമ്പർ എന്ന് കൊടുക്കാം. പ്രൈം നമ്പർ ഏതൊക്കെയാ വരിക? സാമ്പിൾ സ്പേസിൽ സാമ്പിൾ സ്പേസ് സെറ്റ് 1, 2, 3, 4, 5, 6 അല്ലെ? സോ ബിയില് A പ്രൈം നമ്പർ ഇല്ലേ? പ്രൈം നമ്പർ ഏതൊക്കെയാ? 2, 3, 5. സോ N of B എത്രയാ? 3. 3 ഉണ്ടല്ലോ ഉള്ളത്. സോ P of B എത്രയാ? N of B by N of S. സോ N of B ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 by N of S എത്രയാണ്? N of S 6. സോ എത്ര കിട്ടും? 1/2. വേഗത്തിൽ പറയണ്ടേ? 1/2 കേട്ടോ. ഓക്കെ. സോ അടുത്ത നോക്കുക. എ മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾ ആവണം. സോ സി 3യുടെ മൾട്ടിപ്പിൾ ആരൊക്കെയാ? 3 ഉം 6 ഉം മാത്രമേ ഉള്ളൂ.
So n of c equal to 2. So p of c equal to n of c by n of s. So n of c, number of elements in c എത്രയാ? c ൽ എത്ര ഉണ്ട്? 2 by number of elements in sample space എത്രയാ? 6. അപ്പൊ എത്ര കിട്ടും? 1/3. ചെറുതാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയണം കേട്ടോ. 2 ൽ 2 പ്രാവശ്യം, 6 ൽ 2 3 പ്രാവശ്യം. അടുത്തെന്താ? A number greater than or equal to a number greater than or equal to 3. ഒരു നമ്പർ 3 അതിനേക്കാൾ വലുതാവാം. അപ്പൊ d ക്യാപിറ്റൽ കൊടുക്കാം. d equal to set greater than or equal to 3 വെച്ചാൽ 3 ഉപയോഗിക്കാം, 4 ഉപയോഗിക്കാം, 5 ഉപയോഗിക്കാം, 6 ഉപയോഗിക്കാം. ഈക്വൽ ടു അതുകൊണ്ടാണ് 3 കൂടെ എടുത്തത്. സോ n of d എത്രയാ? n of d equal to 4 അല്ലെ? 1 2 3 4 4 ഉള്ളത്. സോ p of d എന്തായിരിക്കും? p of d equal to n of d divided by n of s. സോ n of d, d ൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 by n of s ൽ എത്ര വരുന്നുണ്ട്? 6. സോ 4 2 2 പ്രാവശ്യം, 6 2 3 പ്രാവശ്യം. ഈസിയാണ്. അപ്പൊ ആദ്യം ഇങ്ങനത്തെ ഉള്ള പ്രോബബിലിറ്റികൾ കാണാൻ പറയുമ്പോൾ സാമ്പിൾ സ്പേസ് ചെയ്ത് സാമ്പിൾ സ്പേസിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ്, എന്നിട്ട് എ എന്ന് പറയുന്ന സെറ്റ് ചെയ്താ ബി എന്ന് പറയുന്ന സെറ്റ് ചെയ്ത് എന്നിട്ട് ഇതുപോലെ ചെയ്യും. ഈസി അല്ലേ? സോ നേരെ അടുത്ത ക്വസ്റ്റിലോട്ട് പോകണം. അടുത്തത് നോക്കുക. 2 dice are thrown. Find the probability of getting. 2 കരുക്കൾ എറിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നായിട്ട് ശ്രദ്ധിക്കണം. സാമ്പിൾ സ്പേസ് നമുക്ക് കുറച്ച് അധികം എഴുതണം അല്ലെ? 2 ഡൈസ് എറിഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തേൽ 1 കിട്ടാം, ദെൻ ഇവിടെ നമ്പറുകൾ മാറ്റി മാറ്റി എഴുതാം. 1 2 3 4 5 6 എഴുതാം. 2 കിട്ടാം, 2 1 3 4 5 6 എഴുതാം. 3ഉം 4ഉം 5ഉം 6ഉം വെച്ച് എഴുതണം അല്ലെ? അപ്പൊ ഞാൻ സാമ്പിൾ സ്പേസ് ഇവിടെ എഴുതുന്നുണ്ട്. 1 1 1 2 1 3 1 4 1 5 1 6. ഇത് 2 വെച്ച് 2 1 2 2 2 3 2 4 2 5 2 6 അല്ലെ? ഇത് 3 വെച്ച് 3 1 3 2 3 3 3 4 3 5 3 6. സോ അടുത്ത 4 വെച്ച് 4 1 4 2 4 3 4 4 4 5 4 6. So 5 വെച്ച് 5 1 5 2 5 3 5 4 5 5 5 6. ഓക്കെ, അടുത്ത 6 വെച്ച് 6 1 6 2 6 3 6 4 6 5 6 6. ഇത്ര എഴുതണം കേട്ടോ, അതാണ് പണി. സോ ഇവിടെ ആലോചിക്കുക. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് 36 ആയിരിക്കും. 36 ആണ് നോക്കിക്കോ. ഓക്കെ, ടോട്ടൽ നിങ്ങൾക്ക് 36 എണ്ണം കിട്ടും. അടുത്ത പറയുന്നത് ആൻഡ് ഇവൺ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ. ഫസ്റ്റ് ഡൈയിൽ ഇവൺ നമ്പർ ഇടണം. ഇവിടെ ഏതാ ഇവൺ നമ്പർ ഓൺ ഫസ്റ്റ് ഡൈ അല്ലേ? ഫസ്റ്റ് ഡൈയിൽ ഇവൺ നമ്പർ കിട്ടണം അല്ലെ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ആദ്യത്തിൽ എല്ലാത്തിലും ഓഡ് നമ്പർ അല്ലേ? രണ്ടാമത് 2 വെച്ച് എല്ലാം എഴുതാലോ, കാരണം അതിലെല്ലാം 2 വെച്ചല്ലേ തുടങ്ങണേ. ഫസ്റ്റ് ഡൈയിൽ ഇവൺ കിട്ടിയാൽ മതി. ഇതിലെല്ലാം ഇവൺ വെച്ചാൽ തുടങ്ങണേ. 2 വെച്ചുള്ള എല്ലാ ആൾക്കാരും എഴുതാം. 2 1 2 2 2 3 2 4 2 5 2 6. 2 വെച്ചുള്ളത്. അത് 3 വെച്ചുള്ള അറിയാൻ പറ്റൂല അല്ലെ? ഇത് 4 വെച്ചുള്ള എല്ലാവരും എഴുതാം. 4 1 4 2 4 3 4 4 4 5 4 6. അത് 5 വെച്ച് എഴുതാൻ പറ്റൂല, 6 വെച്ച് എഴുതാല. 6ലും ഇവൺ നമ്പർ വെച്ചല്ലേ വരുന്നത്. 6 1 6 2 6 3 6 4 6 5 6 5 6 6. സോ നിങ്ങൾ എണ്ണ നോക്കിയാൽ നിങ്ങൾക്ക് ടോട്ടൽ 18 എണ്ണം കിട്ടും. സോ n of a equal to 18. സോ p of a equal to എന്താ? n of a by n of s അല്ലേ?
സോ n ഓഫ് എ 18 ബൈ n ഓഫ് എസ് 36. അപ്പൊ എത്ര കിട്ടും? 1/2. 18 18 ഒരു പ്രാവശ്യം, 36 18 രണ്ട് പ്രാവശ്യം. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ 18/36 എന്ന് അടിക്കുക, ഈക്വൽ ടു അടിക്കുക. അപ്പൊ 0.5 വരും. എന്നിട്ട് ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഒരു എ ബി ബൈ സി എന്ന് പറഞ്ഞൊരു എന്താണ് ബട്ടൺ കാണാം, അതിൽ ഞെക്കി കൊടുത്താൽ ഇതുപോലെ ഭംഗിയാക്കിയിട്ട് 1/2 എന്ന് കിട്ടും. ഇത്രയുള്ള പരിപാടി. അത് ഗെറ്റിംഗ് എ ഡബ്ലറ്റ്. എന്നാൽ ഈ ഡബ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ട് സംഖ്യകളും സെയിം ആയിരിക്കണം. അടുത്ത 1 ഇട്ട് രണ്ടാമത്തെ 1, അടുത്ത 2 ഇട്ട് അടുത്തത് രണ്ടാമത്തെ 2. അതാണ് ഡബ്ലറ്റ് എന്ന് വെച്ചാൽ. ഇപ്പൊ ബി എന്തായിരിക്കും ഡബ്ലറ്റുകൾ? 1 1, അടുത്തതിൽ ഏതാ 2 2, അടുത്തതിലോ 3 3, പിന്നെയോ 4 4, അടുത്തതിൽ 5 5, അടുത്തതിൽ 6 6. ഇതാണ് ഡബ്ലറ്റ്. സോ n ഓഫ് ബി ഈക്വൽ ടു 6 ആയിരിക്കും കിട്ടുക. സോ പി ഓഫ് ബി ഈക്വൽ ടു n ഓഫ് ബി ബൈ n ഓഫ് എസ്. സോ n ഓഫ് ബി എന്ന് വെച്ചാൽ 6 ബൈ n ഓഫ് എക്സ് എസ് 36. അപ്പൊ എന്ത് കിട്ടും? 1/6 എന്ന് കിട്ടും ചെറുതാക്കിയാൽ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാട്ടോ. അത് നോക്കിയേ, സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് 5. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കിട്ടുന്ന രണ്ട് നമ്പറുകൾ കൂട്ടുമ്പോൾ എന്ത് കിട്ടണോടാ? 5 കിട്ടണം. അപ്പൊ 1 ഏത് പറ്റും? 1 4 പറ്റും അല്ലെ? 1 4 കൂട്ടി 5 കിട്ടുമല്ലോ. 2 2 3 പറ്റും. 3 3 2 പറ്റും. 4 4 1 പറ്റും. ഓക്കെ. പിന്നെ 5 6 പറ്റുമോ? ഇല്ല. കാരണം എന്താ? 5 6 ഏത് രണ്ടാൾക്കാർ തമ്മിൽ കൂട്ടിയാലും 5നേക്കാൾ വലുതായിരിക്കും കിട്ടും. ഇപ്പൊ ഇവരെ കൂട്ടി എഴുതാ, എന്നിട്ട് പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. n ഓഫ് സി എഴുതാ, എന്നിട്ട് p ഓഫ് സി കണ്ടുപിടിക്കാം. നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. നോക്കുക. എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്ന് പറഞ്ഞ 4 ചോദ്യമുണ്ട്. അപ്പൊ കോയിന് 3 പ്രാവശ്യമല്ലേ ത്രോൺ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാലോ സാമ്പിൾ സ്പേസ് 3 ഹെഡ് ആവാം, അല്ലെങ്കിലോ ആദ്യത്തെ 2 ഹെഡ് പിന്നെ ടെയില്. ഇതുപോലെ തന്നെ എഴുതാട്ടാ. ആദ്യം 3 ഹെഡ് വെച്ച് പിന്നെ 2 ഹെഡ് വെച്ച്. അടുത്തതോ ആദ്യത്തത് ഹെഡ് പിന്നെ ടെയില് പിന്നെ ഹെഡ്. അടുത്തതോ ആദ്യത്തെ ടെയില് പിന്നെ 2 ഹെഡ്. അടുത്തത് ഒരു ഹെഡ് വെച്ച് ചെയ്താ ഹെഡ്, അടുത്ത 2 ടെയില്. അടുത്തത് ആദ്യത്തെ ടെയില് പിന്നെ ഹെഡ് പിന്നെ ടെയില്. അടുത്തതോ ആദ്യത്തെ 2 ടെയില് പിന്നെ ഹെഡ് പിന്നെ 3 ടെയില്. മൊത്തം 8 കിട്ടിയതല്ലോ. 1 2 3 4 5 6 7 8. 2/3 2/3 8 കറക്റ്റ് ആണ്. എവിടെ ഒന്നും മാറിയിട്ടില്ല. സോ n ഓഫ് s ഈക്വൽ ടു 8. ഒന്നാമത് നോക്കാം. 3 ഹെഡ് 3 ഹെഡ് വരണം. അപ്പൊ a എന്ന് വെച്ചാൽ 3 ഹെഡ് വരണമെങ്കിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ആദ്യത്തെ അല്ലേ. സോ n ഓഫ് a ഒരൊറ്റ ഓപ്ഷൻ 1. സോ p ഓഫ് a ഈക്വൽ ടു n of a by n of s. So n of a 1 by n of s 8. Okay. അടുത്തത് b എന്ന് കൊടുക്കാം. എന്താ b? എക്സാക്ട്ലി 2 ഹെഡ്. 2 ഹെഡ് വരുന്ന ആൾക്കാർ ഏതൊക്കെയാ? ഹെഡ് കോമ ഹെഡ് കോമ ടെയില്, ടെയിൽ കോമ ഹെഡ്, പിന്നെയോ ഹെഡ് കോമ ടെയിൽ കോമ ഹെഡ്. ഇതിലല്ല എക്സാക്ട്ലി 2 ഹെഡ്, കൃത്യം 2 ഹെഡ് വെച്ച് വരുന്നത്. So n of b equal to 3, p of b equal to n of b by n of s. So n of b 3, n of s 8. At least 2 head. At least 2 head എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? മിനിമം 2 ഹെഡ് വരണം. 2 ഹെഡിനേക്കാൾ കൂടിയ കുഴപ്പമില്ല. മിനിമം 2 ഹെഡ്, അതാണ് അറ്റ്ലീസ്റ്റ് മിനിമം 2 ഹെഡ്. അതിനേക്കാൾ കൂടിയ കുഴപ്പമില്ല. അപ്പൊ 3 ഹെഡുള്ള ആൾക്കാരെയും 2 ഹെഡുള്ള ആൾക്കാരെ എഴുതാം. അപ്പൊ 3 ഹെഡുള്ള ആൾക്കാർ എഴുതണം ആദ്യം. പിന്നെ 2 ഹെഡ് ഉള്ളത് അല്ലേ? ഹെഡ് കോമ ടെയില്, ടെയിൽ കോമ ഹെഡ്, അടുത്തത് ഹെഡ് കോമ ടെയിൽ കോമ ഹെഡ്. സോ n of c equal to 4, p of c equal to n of c divided by n of s. n of c 4 by n of s equal to 8 അഥവാ 1/2. Okay. Then ഒരൊറ്റ ചോദ്യം കൂടി ഉണ്ട്. ആ ചോദ്യം എന്താ? അറ്റ്മോസ്റ്റ് 2 ഹെഡ്. ഇത് രണ്ടാണ് നിങ്ങൾ തെറ്റിക്കുക. അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് വെച്ചാൽ അർത്ഥം മാക്സിമം 2 ഹെഡ് എന്നാ. ഞാൻ എടുത്ത് പറയണേ, നിങ്ങൾക്ക് ഈ മാസം അറ്റ്മോസ്റ്റ് 2 ലീവ് ഉള്ള പിള്ളേരെന്ന് ഞാൻ പറയണം. അപ്പൊ ഇതിനർത്ഥം എന്താ? മാക്സിമം നിങ്ങൾക്ക് 2 ലീവ് എടുക്കാം. അറ്റ്മോസ്റ്റ് വെച്ചപ്പോ മാക്സിമം 2. അത് 1 ലീവ് ആയാൽ കുഴപ്പമില്ല. 1 ലീവ് ആയെന്ന് പറയാൻ ചീത്ത പറയോ? ഇല്ല ക്ലാസ്സിൽ.
ലീവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് അവിടെ അറ്റ്മോസ്ഫിയറിന്റെ വ്യത്യാസം. അപ്പൊ മാക്സിമം 2 ഹെഡ്, അല്ലെങ്കിൽ ഒരു ഹെഡ് ആവാം, ഹെഡ് ഇല്ലാണ്ട് ഇതാടാ 3 ടൈലാക്കി ചെയ്താ അത് എഴുതാൻ തെറ്റിക്കും നിങ്ങൾ, എഴുതൂല. അപ്പൊ അറ്റ്മോസ്റ്റ് ടു ഹെഡ് എന്ന് പറയുമ്പോൾ ഡി എന്ന് വെച്ചാൽ എന്തായിരിക്കും? അറ്റ്മോസ്റ്റ് ടു ഹെഡ് ആദ്യം 2 ഹെഡിലുള്ള ആൾക്കാർ ചെയ്താ ഹെഡ് കോമ ടെയില്, അടുത്തത് ഹെഡ് കോമ ടെയിൽ കോമ ഹെഡ്, അടുത്തത് ടെയിൽ കോമ ഹെഡ്, അടുത്തതോ ഒരു ഹെഡ് വെച്ച് ചെയ്താം ഹെഡ് കോമ ടെയിൽ, അടുത്തത് ടെയിൽ കോമ ടെയിൽ, അടുത്തത് ടെയിൽ കോമ ഹെഡ്. അറ്റ്മോസ്റ്റ് ടു ഹെഡ് 2 ഹെഡിലെ വെച്ച് എഴുതാം, ഒരു ഹെഡിലെ വെച്ച് എഴുതാം, ഹെഡ് ഇല്ലാണ്ട് എഴുതാം, പറയതാം ടെയിൽ കോമ ടെയിൽ. അപ്പൊ നിങ്ങൾക്ക് നോക്കാം n of d equal to 7 ആയിരിക്കും, എണ്ണം കിട്ടും. സോ p of d equal to n of d by n of s. n of d എത്രയാണ്? 7 by n of s എത്രയാണ്? 8. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കുക, ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഇത് നിങ്ങളെ പ്രോബബിലിറ്റിയും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ കോമ്പിനേഷൻ കൂടി മിക്സ് ചെയ്തുള്ള ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. എക്സാമിന് 6 മാർക്കിലൊക്കെ ചോദിക്കാറുള്ളതാണ്. ഇവിടെ നോക്കൂ, 1 card is drawn from a pack of 52 cards. 1 card is drawn from a pack of എന്താണ് 52 cards. അപ്പൊ കാർഡുകളുടെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ 52 കാർഡ്, അതില് 26 റെഡ് കാർഡുകളുണ്ട്, 26 ബ്ലാക്ക് കാർഡുകളുണ്ട്. ഓക്കെ, ദെൻ 26 റെഡ് കാർഡിൽ തന്നെ 13 ഡയമണ്ടും അതുപോലെ 13 ഹാർട്ടും ഉണ്ട്. 26 ബ്ലാക്കില് 13 സ്പീഡും 13 ക്ലബും ഉണ്ട്. ക്ലബിനെ ക്ലാവർ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതിൽ തന്നെ എല്ലാത്തിലും ഓരോ കിങ് വീതമുണ്ട്, എല്ലാത്തിലും ഓരോ ക്യൂൻ ഉണ്ട്, എല്ലാത്തിലും ഓരോ ജാക്ക് ഉണ്ട്, എല്ലാത്തിലും ഓരോ എയ്സ് കാർഡുകൾ ഉണ്ട്. അതുപോലെ 2 മുതൽ 10 വരെയുള്ള സംഖ്യകളുണ്ട്. ഇത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഈ ഡയമണ്ട് ഹാർട്ട് സ്പീഡ് ക്ലബ് അതിനൊക്കെയാണ് നമ്മൾ സ്യൂട്ടുകൾ എന്ന് വിളിക്കുക. അപ്പൊ ടോട്ടൽ 4 സ്യൂട്ടുകൾ ഉണ്ട്. അതുപോലെ കിങ് ക്യൂന് ജാക്കില്ലേ, ഇവരെല്ലാം ഫേസ് കാർഡ് മുഖമുള്ള കാർഡുകളാണ്. അപ്പൊ ടോട്ടൽ ഫേസ് കാർഡ് ഇതില് 3, ഇതില് 3, ഇതില് 3, ഇതില് 3, 3, 3, 6, 6, 3, 9, 9, 3, 12. ടോട്ടൽ 12 ഫേസ് കാർഡുകൾ ഉണ്ട്. അതുപോലെ എല്ലാത്തിലും ഓരോ എയ്സ് കാർഡ് ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര എയ്സ് കാർഡ് ഉണ്ട്? 4 എയ്സ് കാർഡുകൾ ഉണ്ട്. ഈ കഥകൾ നന്നായിട്ട് അറിയണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് ഡ്രോൺ ചെയ്യാന്ന് സെലക്ട് ചെയ്യാന്നാണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത കോമ്പിനേഷനായിട്ട് മിക്സ് ചെയ്തിരുന്ന ചോദ്യങ്ങൾ അങ്ങനത്തെ കാർഡിന്റെ പ്രോബ്ലംസ്. സോ ആദ്യം അപ്പൊ n of s സാമ്പിൾ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ടോട്ടൽ 52 കാർഡ് ആദ്യം സെലക്ട് ചെയ്യണം ഒരെണ്ണം. 52C1 എന്ന് വെച്ചാൽ 52 തന്നെയാണ് അല്ലെ, 52C1 എന്ന് വെച്ചാൽ 52 തന്നെ. എന്നിട്ട് ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് വിൽ ബി എ ബ്ലാക്ക് കാർഡ്. അതൊരു ബ്ലാക്ക് കാർഡ് ആണ്. ഇപ്പൊ ബ്ലാക്ക് കാർഡ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എ എന്ന് കൊടുക്കാം. ബ്ലാക്ക് കാർഡ് ആണെങ്കിൽ അപ്പൊ n of a എന്ന് കൊടുക്കാം. ഇപ്പൊ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ബ്ലാക്ക് കാർഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇയാളെ ഞാൻ എ എന്ന് കൊടുത്താണ്. സോ ടോട്ടൽ എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ട്? 26 എണ്ണം. അതിന് സെലക്ട് ചെയ്യണം ഒരെണ്ണം. 26C1. അപ്പൊ എത്രയാ വരും? 26. സോ എനിക്ക് എന്താ വേണ്ടത്? പി ഓഫ് എ അല്ലേ. സോ പി ഓഫ് എ ഈക്വൽ ടു എന്താ? n of a by n of s അല്ലേ. സോ n of a by n of s. സോ n of a എത്രയാ? n of a എന്ന് വെച്ചാൽ 26 by n of s എത്രയാണ്ടാ? n of s എന്ന് വെച്ചാൽ 52. അപ്പൊ 1/2 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് കാർഡ് ആണുള്ള പ്രോബിലിറ്റി 1/2. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. സോ നമ്മുടെ കയ്യിൽ n of s ഉണ്ട്. n of s 52 ആണ് കേട്ടോ. 52C1 എന്ന് പറയാൻ 52 ടോട്ടൽ എത്ര കാർഡ് ഉണ്ട്? അത് അത്രേ ഉള്ളൂ. എന്നാലും കോമ്പിനേഷൻ ആയിട്ട് മിക്സ് ചെയ്ത് ഞാൻ പറയണമെന്നുള്ളൂ. ഓക്കെ, അത് ഡയമണ്ട്, അത് ഡയമണ്ട് ആവണം. അപ്പൊ ഡയമണ്ടിന് നമുക്ക് ബി എന്ന് കൊടുക്കാം. n of b. ടോട്ടൽ എത്ര ഡയമണ്ട് കാർഡ് ഉണ്ടാ? 13 എണ്ണം അല്ലെ. അതിൽ സെലക്ട് ചെയ്യണം ഒരെണ്ണം. C1 13C1 എത്രയാ? 13. സോ P of b equal to n of b by n of s. സോ 13/52 കാൽക്കുലേറ്ററിൽ അടിച്ചാൽ 1/4 എന്ന് കിട്ടും.
ഓക്കെ, അടുത്ത എന്താ എ കിങ്, അത് കിങ് ആണ്. അപ്പൊ കിങ്ങിനെ വേണേ സി എന്ന് കൊടുക്കാം, എൻ ഓഫ് സി. ടോട്ടൽ എത്ര കിങ്? 4 കിങ്. അപ്പൊ 4 കിങ്ങിന് സെലക്ട് ചെയ്യണം ഒരെണ്ണം അല്ലെ, ഒരു കാർഡല്ലേ സെലക്ട് ചെയ്യാൻ പറയുന്നത് ഇവിടെ. അപ്പൊ 4C1 എന്താണ് 4. ഓക്കെ, സോ പി ഓഫ് സി ഈക്വൽ ടു n of c divided by n of s. n of c 4 by n of s എത്രയാണ്? 52. അപ്പൊ എത്ര കിട്ടും? 1/13 കിട്ടും. നോക്കിയോ കേട്ടോ, ഇതൊക്കെ ഞാൻ വേഗം പറയണമെന്നുള്ളൂ. നോക്കാം, അത് ഒരു ഫേസ് കാർഡ് ആവണം. ഫേസ് കാർഡിന് ഡി എന്ന് കൊടുക്കാം, n of d. ടോട്ടൽ എത്ര ഫേസ് കാർഡ്? 12 എണ്ണം. അതിന് സെലക്ട് ചെയ്യണം ഒരെണ്ണം. അപ്പൊ കാർഡുകളുടെ കണക്ക് നേരത്തെ പറഞ്ഞ പഠിക്കണം. 12C1 എത്രയാ? 12. സോ പി ഓഫ് ഡി ഈക്വൽ ടു n of d divided by n of s. So n of d 12 divided by 12 divided by n of s എത്രയാ? 52. അപ്പൊ എത്ര വരും? 1 അല്ലെ? അത് നിങ്ങളൊന്ന് ചെറുതാക്കിട്ട് നോക്കുക കേട്ടോ, എത്ര വരും. ഓക്കെ, സോ കാർഡിന്റെ കണക്കുകൾ എഴുതുമ്പോൾ ഇതുപോലെ ചെയ്യാം. Then ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 7 കാർഡ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. ഇവിടെ നോക്കാം, ഇവിടെയാണ് വ്യത്യാസം. നേരത്തെ ഒരൊറ്റ കാർഡല്ലേ എടുത്തോളൂ, ഇവിടെ എത്ര കാർഡ് എടുക്കുന്നുണ്ട്? 7 കാർഡ് എടുക്കുന്നുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനത്തെ കണക്കുകൾ വരുമ്പോൾ ശ്രദ്ധിക്കാം. ടോട്ടൽ 52 കാർഡ്, അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു സി എത്ര എണ്ണം? 7 എണ്ണം. അപ്പൊ n ഓഫ് s ആണ് 52C7. ഓക്കെ, സോ വലിയ വാല്യൂ ആയിരിക്കും ഇങ്ങനെ തന്നെ ഇടുക, വേറെ ഒന്നും ചെയ്യേണ്ടത്. കാൽക്കുലേറ്ററിൽ നിന്നിട്ട് ആ വാല്യൂ കണ്ടുപിടിക്കണ്ട. സോ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓൾ കിങ്സ്. ആ എടുക്കുന്ന 7 കാർഡിൽ എല്ലാ കിങ്ങും ഉൾപ്പെടണം. അത് ശ്രദ്ധിക്കുക, എല്ലാ കിങ്ങും ഉൾപ്പെടണം. ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര കിങ് ഉണ്ടോ? 4 കിങ് ഉണ്ട്. എനിക്ക് മൊത്തം എത്ര കാർഡ് എടുക്കണം? 7 കാർഡ് എടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് നോക്കിക്കോ. n of a, number of elements in a എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര കിങ് ഉണ്ട്? 4 കിങ് ഉണ്ട് അല്ലേ. 4 കിങ്ങിന്ന് ഞാൻ എന്ത് ചെയ്യും? ആ 4 കിങ്ങിനെ സെലക്ട് ചെയ്യും. അപ്പോൾ എല്ലാ കിങ്ങിനും എനിക്ക് കിട്ടുള്ളൂ. ആൻഡ് ഇടുമ്പോ ഇൻറ്റു. എന്തുകൊണ്ട് ഇൻറ്റു ഇട്ട് എന്നുള്ളത് ഞാൻ പറയാം. ടോട്ടൽ എനിക്ക് 7 കാർഡ് വേണം. ഇപ്പൊ എനിക്ക് 7 കാർഡ് ആയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ 4 കാർഡേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇനി വേണ്ടേ? നിങ്ങൾ ടോട്ടൽ 52 കാർഡ് ഉണ്ടായി. അതിൽ നിന്നിപ്പോ ഞാൻ 4 കാർഡ് സെലക്ട് ചെയ്തേ. 4 കിങ്ങിനായിട്ട് സെലക്ട് ചെയ്തേ. 4 കിങ്ങിന്ന് സെലക്ട് ചെയ്തേ. സോ ബാക്കി എത്ര കാർഡ് ഉണ്ട്? 48 കാർഡ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ ചോദ്യം. സോ ബാക്കി എത്ര കാർഡ്? 48 കാർഡ് ഉണ്ട്. അതിന് സെലക്ട് ചെയ്യണം. ഓൾറെഡി 4 എണ്ണം കിട്ടിയല്ലോ. ഇനി എത്ര കൂടി മതിയാ? 3 എണ്ണം കൂടി മതി. അപ്പൊ 48C3. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ. എല്ലാ കിങ്ങിനെയും എടുക്കണം 7 കാർഡ് എടുക്കുമ്പോ. അപ്പൊ ആദ്യം 4 കിങ്ങിന്ന് 4 കിങ്ങിനെ എടുത്തു, സെലക്ട് ചെയ്തു. ആൻഡ് ഇനി 7 കാർഡ് അവൻ 3 കാർഡ് കൂടിയും ബാക്കിയുണ്ട്. ടോട്ടൽ 48 കാർഡ് ബാക്കി. അതിന് സെലക്ട് ചെയ്യണം 3 എണ്ണം. സെറ്റ് അല്ലേ? സോ പി ഓഫ് എ ഈക്വൽ ടു n of a by n of s. n of a എത്രയാ? 4C4 into 48C3 divided by n of എത്രയാ? 52C7. ഇതൊന്നും എന്ത് ചെയ്യണ്ട, വാല്യൂസ് ഇട്ട് കൊടുക്കണ്ട. ഇങ്ങനെ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും, 2 മാർക്കും കിട്ടും. പക്ഷെ ബുദ്ധി ഉപയോഗിക്കണം, തല ഉപയോഗിക്കണം. ഓക്കെ, ദെൻ ഇതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്താണ് ആ ഒരു ചോദ്യം? 3 കിങ്സ് ഞാൻ എടുക്കുന്ന സമയത്ത് അതിൽ 3 കിങ് വരണം. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാം? n of b. സോ n of b 3 കിങ്സ് അല്ലേ വരണ്ടേ. സോ ടോട്ടൽ എത്ര കിങ് ഉണ്ട്? 4 കിങ്. അതിന് സെലക്ട് ചെയ്യണം 3 എണ്ണം. അപ്പൊ 4 കിങ്ങിന്ന് 3 എണ്ണം സെലക്ട് ചെയ്തേ. ഇനി കിങ്ങിന്റെ കഥകളൊന്നും എടുക്കരുത്. കാരണം എന്താ? ഇനി കിങ് വരാൻ പാടില്ല, 3 കിങ് വരണം. അപ്പൊ 4 കിങ്ങിന്ന് 3 കിങ്ങിനെ സെലക്ട് ചെയ്തു. ആൻഡ് എന്ന് വെച്ചാൽ ഇൻറ്റു. ടോട്ടൽ എനിക്ക് 7 എണ്ണം വേണേ. അപ്പൊ 4 കിങ്ങിന് 3 എണ്ണം സെലക്ട് ചെയ്തു. ഇനി കിങ്ങിന്റെ കാർഡുകളെല്ലാം മാറ്റി വെച്ചു. കിങ്ങിന്റെ കാർഡെല്ലാം മാറ്റി വെച്ച ബാക്കി എത്ര കാർഡ്? 48 എണ്ണം. കാരണം 4 കിങ്ങിനെ മാറ്റി വെക്കണം. ഓക്കെ, ബാക്കി 48 എണ്ണം. 48 എണ്ണത്തിന് എത്ര സെലക്ട് ചെയ്യണം? 3 എണ്ണം ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളേ. ഇനി 7 കാർഡാണെങ്കിൽ 4 എണ്ണം കൂടി വേണ്ടേ? 48C4. ഇതൊന്ന് ശ്രദ്ധിക്കാട്ടാ. ഓക്കെ, അപ്പൊ ആദ്യം 4 കിങ്ങിന് ഞാൻ 3 കിങ്ങിനെ സെലക്ട് ചെയ്തു. ആൻഡ് എന്ന് വെച്ചാൽ ഇൻറ്റു. ബാക്കിയുള്ള 48 കാർഡിൽ നിന്ന് എന്ത് ചെയ്തു? 7 കാർഡാൻ വേണ്ടി 4 കാർഡ് കൂടി സെലക്ട് ചെയ്തു. അപ്പൊ P of B equal to എന്തായിരിക്കും? 4C3 into 48C4 whole divided by 52C7. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് 2 കിങ്സ്. അടുത്ത ചോദ്യം 2 കിങ്സ് അറിഞ്ഞായിരിക്കും. ഇപ്പോ സി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 2 കിങ്സ്. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? n of c equal to 2 കിങ്സ് അല്ലേ.
സോ ടോട്ടൽ 4 കിങ് അധികം സെലക്ട് ചെയ്യും 2 എണ്ണം ആൻഡ് ഇന്ന് വെച്ചാൽ ഇൻറ്റു ടോട്ടൽ 7 കാർഡ് വേണ്ടേ. സോ ബാക്കി എത്ര കിങ് ഒഴിച്ചിട്ടുള്ള കാർഡ് 48 കാർഡ് അധികം സെലക്ട് ചെയ്യണം. 7 ആണെങ്കിൽ 5 എണ്ണം കൂടി. സോ പി ഓഫ് സി കേട്ടോ. പി ഓഫ് സി ഈക്വൽ ടു എന്തായിരിക്കും എൻ ഓഫ് സി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് അല്ലെ. എൻ ഓഫ് സി എത്രയാ 4c2 ഇൻറ്റു 48c5 ഹോൾ ഡിവൈഡ് ബൈ 52c7. ഒന്ന് ശ്രദ്ധിക്കുക, ഇത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും അതുപോലെ പ്രൊബബിലിറ്റി കൂടി മിക്സ് ചെയ്ത് വരുന്ന ചോദ്യം. ഇത്തിരി ലെങ്ത് ആയിട്ടുണ്ട്. ഈ വീഡിയോയുടെ പ്രത്യേകത ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ചാപ്റ്റർ മൊത്തമായിട്ട് പഠിച്ചിരുന്നു തുല്യം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.